വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റേറിയൻ സദ്യ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെജ് സദ്യ ഉണ്ടാക്കിയത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. കാരണം എല്ലാവരും നോൺ വെജ് കഴിച്ചിട്ട് നോൺ വെജിനോട് ഒരു ചെറിയൊരു താല്പര്യക്കുറവ്. അപ്പം വെജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെജിറ്റേറിയൻ സദ്യ സൽക്കാരമാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയ എന്തെല്ലാമെന്നുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. കുറേ കൂട്ടം കറികളും അതുപോലെ തന്നെ പരിപ്പ് പ്രഥമൻ, പാൽ പായസം, 2 പായസമാണ് ചെയ്തത്. ഈ ഒരു വെജിറ്റേറിയൻ സൽക്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചിയിലാണ് തുടക്കം. അപ്പം പുളിയിഞ്ചി നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാം, കുഴപ്പമില്ല. തലേന്നല്ല, ഒരു 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചാലും പുളിയിഞ്ചിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ പുളിയിഞ്ചി ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുക്, ഉലുവ പൊട്ടിയതിന് ശേഷം കുറച്ച് ചുവന്ന മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് അതൊന്ന് വറന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അതുപോലെ തന്നെ ഒന്ന് വറുത്ത് ആ ഒരു ഇതിൽ വരുമ്പോൾ അതിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ്. അതൊന്ന് വഴറ്റിയെടുത്താൽ അതിൽ നമ്മൾ പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പിന്നെ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് അതൊന്ന് തിളക്കുമ്പോൾ നമ്മൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ ഇഞ്ചി വറുത്തെടുക്കാം. അതും കൂടി ഇതിലിട്ടിട്ട് വേണം പിന്നെ തിളപ്പിച്ചെടുക്കാൻ. മധുരം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് ഉലുവ ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണയിൽ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ആ ഒരു പാകമാകുന്നത് വരെ ഇത് വറ്റിച്ചെടുക്കണം. അപ്പം പുളിയിഞ്ചി റെഡിയായി. ഇനി നമ്മൾ നെല്ലിക്ക അച്ചാറിന് വേണ്ടിയിട്ട് നെല്ലിക്ക ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം നല്ലെണ്ണയാണ് ചേർക്കേണ്ടത്. നല്ലെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് ആ നല്ലെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പൊടികൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടിയൊന്നും ചേർക്കേണ്ട, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കായംപൊടിയും ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ അടുപ്പിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡിയായി. അടുത്ത് നമ്മൾ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് ഒരു 2-3 മണിക്കൂർ അടച്ച് വെക്കണം. അപ്പോൾ മാങ്ങക്ക് നല്ല ഉപ്പും പിടിക്കും. മാങ്ങയിലുള്ള വെള്ളമെല്ലാം മാറി വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടാൻ എടുക്കേണ്ടത്. അപ്പം ചട്ടിയിൽ കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നേരത്തെ എടുത്ത് അത്രയും എടുക്കണ്ട, കുറച്ച് മതി മാങ്ങ അച്ചാറിന്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചത്. അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് വേണം നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കായപ്പൊടിയും കൂടിയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ചും കൂടിയും ലൂസായിട്ട് കിട്ടണമെങ്കിൽ അധികം വിനാഗിരി ചേർക്കേണ്ട, കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ സ്പെഷ്യൽ ചേർക്കുന്നത് കടുക്, പച്ച കടുകിനെ നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഫൈനൽ ചേർത്താൽ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി. ഇതെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അച്ചാറാണ്. അപ്പോൾ തലേന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കണം. എല്ലാം കൂടി നമുക്ക് പകൽ ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റില്ല.
അപ്പോൾ പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് കൈപ്പക്ക നന്നായിട്ട് വരട്ടിയെടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കൈപ്പക്ക ചെറുതായി മുറിച്ചിട്ടിട്ട് അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളി ഇത്ര ഐറ്റംസ് മുറിച്ചിട്ടിട്ട് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതും ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഐറ്റമാണ്. അപ്പം ഇത് നമ്മൾ ചട്ടി കാച്ചിയെടുക്കുന്നത് റെഡിയായതിന് ശേഷമാണ് ചട്ടി കാച്ചിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം തന്നെ വഴറ്റിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ കായ് വറുത്തത് ഉണ്ടാക്കുന്നുണ്ട്. കായ് വറുത്തതിന് വേണ്ടിയിട്ട് കായ് നമ്മൾ തൊലി കളഞ്ഞിട്ട്, പച്ചക്കായ് തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ സ്ലൈസ് ചെയ്യുമ്പോൾ എണ്ണയിലേക്ക് നേരിട്ട് സ്ലൈസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കായ് വറുത്തതിന് നല്ലൊരു കളർ കിട്ടും. ഇതിപ്പോൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് ഉപ്പേരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കായ് വറുത്തെടുക്കുന്നതാണ്. അത് കുറച്ച് കനത്തിൽ നടുകെ കീറിയതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പാകമാകുമ്പോഴാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായ് ഇട്ട് കൊടുക്കേണ്ടത്. കായ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ മിക്സാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടീന്. പിന്നെ പാത്രം മാറ്റാൻ നിന്നിട്ടില്ല, അതിൽ തന്നെ മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് മിക്സായതിന് ശേഷം ഇതിലേക്ക് അരി നന്നായിട്ട് വറുത്തെടുത്തത്, പിന്നെ അതിലേക്ക് ചുക്ക് പൊടി, ജീരകം പൊടി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ആ ഒരു പൊടിയാണ് ലാസ്റ്റ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ തലേന്നത്തെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി നമ്മുടെ തലശ്ശേരി സ്റ്റൈലിൽ തന്നെയുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. രാവിലത്തേക്കും കൂടിയിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ രാവിലെ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതെന്തായാലും നടക്കില്ല. അപ്പം അതും കൂടി രാവിലത്തേക്കും കൂടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചു. അപ്പം ഇലയിൽ തന്നെ കഴിച്ചു. അപ്പോൾ ഇലയിൽ നല്ല ചൂടുള്ള ബിരിയാണി ഇട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ ഇലയിലിട്ട നല്ല ചിക്കൻ ബിരിയാണി, ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ, അതുപോലെ തന്നെ സലാഡ്, പിന്നെ നല്ല അടിപൊളി ലൈം ടീ ഇതെല്ലാം കഴിച്ച് നമ്മൾ അന്ന് ഉറങ്ങി. പിന്നെ രാവിലെ തുടങ്ങി പരിപാടികൾ. ഈ സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നല്ല, ഭയങ്കര പണിയാണ്. നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല. മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എരിശ്ശേരിക്ക് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് താളിച്ചതിന് ശേഷം കറിവേപ്പിലയും ചുവന്നമുളകും പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇത്രയിട്ട് താളിച്ചതിന് ശേഷം മമ്പയർ കുതിർത്ത് വേവിച്ചെടുത്തതും അതുപോലെ തന്നെ മത്തങ്ങ വേവിച്ചതും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ, ജീരകവും പച്ചമുളകും ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൽ തേങ്ങ വറുത്ത് വെച്ചത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ എരിശ്ശേരി റെഡിയായി. തേങ്ങ നമ്മൾ ഒന്നിച്ച് വറുത്ത് വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വറുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇത് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കായും കടലയും വേവിച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ ചതച്ചിട്ടു. പിന്നെ വെളിച്ചെണ്ണയിൽ താളിച്ചതിന് ശേഷം ലാസ്റ്റ് തേങ്ങ വറുത്തതും കൂടി ഇട്ട് മിക്സ് ചെയ്തു. പിന്നെ അപ്പോൾ കൂട്ടുകറി റെഡിയായി. ഇനി സാമ്പാറിനുള്ള പച്ചക്കറി മുറിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് താളിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചക്കറി ആദ്യം സാമ്പാർ പൊടിയെല്ലാം ഇട്ട് വേവിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ പുളി, ആവശ്യത്തിനുള്ള പുളിയൊക്കെ പിഴിഞ്ഞെടുത്തു. പിന്നെ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ചെയ്തത്. അപ്പോൾ സാമ്പാർ റെഡിയായി. സദ്യൻ്റെ മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് കട്ടിംഗ് ആണ്. അപ്പോൾ 2 ആൾക്കാർ കട്ടിങ്ങിന് മാത്രമായിട്ട് ഇരുന്നു. തലേന്നും രാവിലെ എല്ലാം സദ്യ റെഡിയാകുന്ന വരെ കട്ടിങ് തന്നെയായിരുന്നു പണി. അപ്പോൾ ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇത് പാൽപ്പായസമാണ്. പാൽപ്പായസത്തിനാണ് നല്ല സമയം എടുത്തത്. ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ അടുപ്പിൽ കിടന്നിട്ടാണ് പാൽപ്പായസം ഉണ്ടാക്കിയത്. അരി കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പാലിൽ ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്തത്.
പിന്നെ വേറൊരു അടുപ്പിൽ ഇതുപോലെ ഓരോ ഐറ്റംസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പം ബീൻസ് തോരനാണ്. സാമ്പാർ ഇറക്കി വെച്ച് അടുപ്പിൽ തന്നെ പരിപ്പ് പ്രഥമന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വറുത്തെടുത്തതിന് ശേഷം അടുപ്പിൽ തന്നെയാണ് വേവിക്കുന്നത്, കുക്കറിലൊന്നും ഇടുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം ഒഴിച്ച് ലാസ്റ്റ് റെഡിയായതിന് ശേഷം 6 kg നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്തിടുന്നുണ്ട്. പാൽപ്പായസത്തിലും അതുപോലെ തന്നെ ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്തിട്ടിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഗ്രേപ്സ് അറേബ്യൻ ജ്യൂസാണ് ചെയ്തത്. അപ്പം ഗ്രേപ്സ് തലേന്ന് നമ്മൾ വേവിച്ചിട്ട് പഞ്ചസാരയും വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. ഇതിൻ്റെ ലിങ്ക് ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. അപ്പോൾ അടിപൊളി ഡ്രിങ്കാണ്. പിന്നെ ഈ വെജ് സദ്യൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമുക്കിപ്പോൾ നോൺ വെജ് ഇല്ലാണ്ട് സദ്യ കഴിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മീനും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അയക്കൂറയാണ്. അതിൽ ഉപ്പ്, മുളക്, കുറച്ച് ഉലുവപ്പൊടി, കറിവേപ്പിലയും ചേർത്തിട്ട് വേറെ മസാലകളൊന്നുമില്ല, നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ചോറ് ലാസ്റ്റാണ് ഉണ്ടാക്കിയത്. എല്ലാം ആയതിന് ശേഷമാണ് ചോറ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ എല്ലാം ഏകദേശം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ സദ്യ റെഡിയായി എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിരുന്നു. കഴിക്കാൻ കുറച്ച് സമയം ലേറ്റായി പോയാലും നല്ല അടിപൊളി സദ്യ ആയിരുന്നു. പച്ചടി, ബീട്രൂട്ട് പച്ചടി, വെള്ളരി പച്ചടി, അതുപോലെ തന്നെ പൈനാപ്പിൾ കിച്ചടി ഇത്രയും ഉണ്ടാക്കി. പിന്നെ ഓലൻ, കാളൻ, എരിശ്ശേരി, കൂട്ടുകറി, മാമ്പഴ പുളിശ്ശേരി, ക്യാബേജ് തോരൻ, ബീൻസ് തോരൻ, കോട്ടപ്പയർ തോരൻ, പയർ മെഴുക്ക് വരട്ടി, വെണ്ടക്ക മെഴുക്ക് വരട്ടി, കൈപ്പക്ക മുളകിട്ടത്, പുളിയിഞ്ചി, നമ്മൾ തലേന്നത്തെ നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ, ഉപ്പേരി, ശർക്കര വരട്ടി, അവിയൽ, സാമ്പാർ, പരിപ്പ് കറി, പിന്നെ പാൽപ്പായസം, പരിപ്പ് പ്രഥമൻ, മോര് സംഭാരം, പിന്നെ രസം, പപ്പടം, പഴം, മീൻ പൊരിച്ചത്, ഇത്രയെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ബോളി ഉണ്ടാക്കിയിട്ടുണ്ട് പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം ബോളി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാനിടാം. സദ്യ വിളമ്പിയത് മുകളിൽ നമ്മൾ കിച്ചൻ്റെ മുകളിൽ ഒരു ഷീറ്റിട്ടൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് സദ്യ വിളമ്പിയത്. നമ്മൾ കുട്ടികൾക്കാണ് ആ പണി കിട്ടിയത്, കാരണം എല്ലാ ഐറ്റംസ് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട പണി. അപ്പം കുറേ കുട്ടികളുള്ളതുകൊണ്ട് പിന്നെ എല്ലാവരും 2 ഐറ്റംസ് എടുക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാം മേലെ എത്തിന്. പക്ഷെ താഴെ ഇറക്കാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ഫിറ്റായിട്ട് നോക്കുമ്പോൾ ആർക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ സാമ്പാറും പായസം എല്ലാം കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ 2-3 ദിവസത്തേക്ക് അതന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല. അത് സാധാരണ ഓണത്തിനെല്ലാം സദ്യ ഉണ്ടാക്കിയാൽ എല്ലാവരും പറയുന്നതൊക്കെ നമ്മൾ രാത്രിയെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെക്കലാണ് ഭയങ്കര പണിയെന്ന്. അതുപോലെ തന്നെ ആയിരുന്നു, ഭയങ്കര അതെല്ലാം എടുത്ത് വെക്കാനാണ് ഏറ്റവും വലിയ പണി കിട്ടിയത്. എല്ലാവരും കൂടി ചേർന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ആർക്കും ഒരു മടുപ്പോ ഒരു പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. തൃക്കരിപ്പൂരാണ് സദ്യ സൽക്കാരം. അപ്പം കുറച്ച് തലേന്ന് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം തലേന്ന് തന്നെ പോയി, കാരണം ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും തലേന്നേ പോയിട്ട് റെഡിയാക്കിയാലേ എല്ലാം കൂടിയിട്ടാവുള്ളൂ. അപ്പോൾ ഇലയെല്ലാം നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ എല്ലാം തലേന്ന് തന്നെ മുറിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചു. ഇലയൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, വീട്ടിലുള്ള ഇല തന്നെയാണ്. പിന്നെ നമ്മൾ കൈപ്പക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, അത് മറന്നുപോയി നേരത്തെ പറയാൻ. ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഏകദേശം വിളമ്പി ചോറ് വിളമ്പുന്നതാണ്. ചോറിന് ചെറിയൊരു പണി കിട്ടി, കാരണം നിറപറൻ്റെ 5 kg ബാഗാണ് വാങ്ങിയത്, മട്ട അരി. അപ്പോൾ അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെയല്ല കിട്ടിയത്, കുറച്ചൊരു പശപ്പശപ്പുള്ള അരിയാണ് ഇത് വന്നത്. അപ്പോൾ അത് ചെറിയൊരു പണിയായി. പിന്നെ സാധാരണ പൊന്നി അരി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് മട്ട അത്ര ഇഷ്ടമല്ല, അപ്പോൾ പൊന്നി അരിയും കൂടി വെച്ചു. പൊന്നി കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. അപ്പോൾ സാമ്പാറും പരിപ്പും എല്ലാം വിളമ്പി ലാസ്റ്റ് മീൻ പൊരിച്ചതും കൂടി വെച്ചു. പിന്നെ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. നെയ്യ് പരിപ്പിൻ്റെ മേലെ ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്, അപ്പോൾ നെയ്യ് സൈഡിലായിട്ടാണ് ഒഴിച്ചത്.
സൈഡിൽ നിന്ന് പരിപ്പിൻ്റെ കൂടെ എടുത്ത് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം ചോറെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൽക്കാരത്തിന് വന്ന എല്ലാ ആൾക്കാരും ഏകദേശം ഒരു 10-50ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തൃക്കരിപ്പൂർ വലിയ പറമ്പ് ബീച്ചുണ്ട്, അപ്പം അവിടെ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ ഇപ്പോൾ കുറേ ആദ്യം നമ്മൾ പോയ പോലെയൊന്നല്ല, ഇപ്പം എല്ലാം വെള്ളം കയറിയിട്ട് കരയും കടലെല്ലാം ഏകദേശം ഒരുപോലെ ആയ പോലെ ഉള്ളത്. അതിലും നല്ല ഗ്രിൽ ചിക്കനും കുറേ സ്റ്റാളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിതിന് മുന്നേ പോയപ്പോൾ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, വെറും കര മാത്രമേ ഉണ്ട്. ബാക്കിയൊരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ. എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടുന്ന്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഞാനത് ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. കാരണം ഒരുപാട് ലെങ്തി ആയിപ്പോവും, കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പം എല്ലാവരും ഭക്ഷണത്തിരുന്നു, എല്ലാവരും നന്നായി കഴിച്ചു. എല്ലാവരും ലാസ്റ്റ് ബോളി നമ്മൾ പാൽപ്പായസത്തിൻ്റെ കൂടെ അതും കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രഥമൻ്റെ കൂടെ പിന്നെ പപ്പടം, അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പപ്പടവും പഴവും പഞ്ചസാരയും ഗീയും ചേർത്തിട്ട് പ്രഥമൻ കഴിക്കാം, പാൽപ്പായസത്തിൻ്റെ കൂടെ ബോളിയും കൂടിയും കഴിക്കാം. അപ്പോൾ നല്ല എൻജോയ് ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.